നബിയോടൊന്ന് പോർക്കലിനെ തേടുമ്പോഴേക്കും കാഫിറായി പോയി എന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഗുണമില്ല എന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊന്നുമല്ലായിരുന്നു മുസ്ലിമീങ്ങളുടെ വിശ്വാസവും ആചാരവും ഉണ്ടായിരുന്നത്. ഒരു തെറ്റുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് രോഗം മാറ്റിയവരാണ് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അവിടുത്തെ ഉമിനീര് കൊണ്ട് രോഗം മാറ്റിയവരാണ് സ്വഹാബത്തിൽ കിറാം റളിയല്ലാഹു അൻഹും. മഴയില്ലാത്തപ്പോൾ സങ്കടം ചെന്ന് പറഞ്ഞത് നബിയോടായിരുന്നു. കാല് മുറിഞ്ഞപ്പോൾ സങ്കടം എന്ന് പറഞ്ഞത് നബിയോടായിരുന്നു. മക്കളില്ലാത്ത വിഷയം നബിയോടായിരുന്നു പറഞ്ഞത്. എല്ലാത്തിനും നബി തങ്ങളായിരുന്നു അവരവലംബമായി കണ്ടിരുന്നത്. വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ, വല്ലാതെ വരൾച്ച പറ്റിയ ടൈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്ന് മുത്തുനബി മിമ്പറിൽ നിൽക്കുമ്പോൾ വന്ന് കരയുന്നു സ്വഹാബാക്കളിൽപ്പെട്ടൊരു വ്യക്തി. വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. വല്ലാത്ത നീണ്ട കവിതയാണ്. ഹദീസുൽ ഉദ്ധരിച്ച് കാണാം. ആ പാട്ട് തന്നെ ബഹുമാനപ്പെട്ട മുത്തുനബിയോട് പറയുന്നു, നബിയെ, തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാനൊരാളില്ല. വലിയുദ്ദീൻ ഇറാഖിയുടെ രേഖ പറയുന്നവരെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനൊരു വാക്ക് നബിയോട് പറയാൻ പറ്റുമോ? സ്വഹാബത്താണ് പറയുന്നത്. അതും റസൂലുള്ള തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ്. ആ നബിയോടാണ് പറയുന്നത്, നബിയെ, തങ്ങളിൽ അരികിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാനില്ല. മാത്രമല്ല വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലേക്ക് മഹാന്മാരിലേക്കല്ലാതെ എവിടേക്ക് ഓടാനാണ്? അള്ളാഹിനെ കൊള്ളല്ലേ ഓടേണ്ടത്. വിഷമം വരുമ്പോൾ അള്ളാഹുലേക്കല്ലേ പോകേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ട തൗഹീദിൻ്റെ എതിരാണ് ആ പറഞ്ഞ വാക്കെങ്കിൽ നബിതങ്ങൾ അവിടെ എന്തു പറയുമായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തു. സഹീഹ് ഹദീസിൽ കാണാം, അല്ലാഹുമ്മ സ്ഖിനാ, പടച്ച തമ്പുരാനെ മഴ തരണേ. അയിമ്മത്ത് ധരിക്കുന്നു. അപ്പോൾ കാർമേഘത്തിൽ, വാനലോകത്തിൽ ഒരു കാർമേഘത്തിൻ്റെ ഒരു പാളി പോലുമില്ലാത്ത ഘട്ടത്തിൽ എവിടുന്നോ കാർമേഘങ്ങൾ ഓടി വരികയാണ്. അങ്ങനെ അതെല്ലാം കൂടെ വന്ന് അങ്ങ് മഴ വർഷിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിന്ന മഴ. എന്താണ് അവസ്ഥ? ഒരു കാർമേഘത്തിൻ്റെ പാളിയില്ലാത്ത വാനലോകത്തേക്ക്, തെളിഞ്ഞു നിൽക്കുന്ന വാനലോകത്തേക്ക് ആ റസൂലുള്ളാഹി തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ട് ഇറങ്ങുമ്പോൾ താടിയിലൂടെ വെള്ളമുറ്റുകയാണ്. ഹദീസിൽ കാണാം. ഈ സങ്കടങ്ങൾ വന്ന് പറഞ്ഞിരുന്ന, കാല് മുറിഞ്ഞിരിക്കുന്നു നബിയെ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഹദീസിലില്ലേ? അള്ളാഹുവിൻ്റെ റസൂല് കാലൊന്ന് തടകി കൊടുക്കുന്നു, ഉടനെ തന്നെ അത് കൂടിപ്പോകുന്നു. പറയാൻ പറ്റുമോ? ഒരു സിട്ടിനോട് പറയാൻ പാടില്ല എന്നാ. അല്ലാഹ് അല്ലാത്തവരോട് ഒരു സങ്കടം പറയൽ അത് ഷിർക്കാണെന്നല്ല. ഷിർക്കാണെന്ന് പറയുന്നത് ഏതോ ഒരു കോമാളി പറഞ്ഞത്, ഇബ്നു തൈമിയ പറഞ്ഞത്, അയാൾ വകാന ബിദാലിക മുസ്ല, അയാൾ അതോടുകൂടെ എന്തോ ആയിത്തീർന്നു എന്നും ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അത് കറാഹത്താണ്, അത് ഗുണമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സ്വഹാബത്തും നബിതങ്ങളും പഠിപ്പിച്ചതിനെതിരാണ്. സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വേദന പിടിപെട്ടപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് വാ മുഹമ്മദ്, മുത്തുനബിയെ എന്നാണ്. അത് ഇസ്തിഗാസയാണെന്ന് മഹാനായ മുല്ല അലിൽ ഖാരി ഷിഫയുടെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. അങ്ങനെ റസൂലുള്ളാഹിനെ ഇസ്തിഗാസ ചെയ്തുകൊണ്ട് വിളിച്ചു. എത്ര തെളിവ് വേണം?